ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ऑनरेबल प्राइम मिनिस्टर्स, एक तो विजन है, हार्ड वर्किंग है, ऑनेस्ट है और स्पिरिचुअल है. ഈ ഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറിനെ മൊത്തത്തിൽ പറയുന്ന വാക്കാണെന്ന് അറിയാത്തവരൊന്നുമല്ല. कि सभी धर्मों के लोगों को इकट्ठा करके एकजुट यहाँ ഈ ഹിന്ദു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് മതങ്ങൾ ഇവിടെ രൂപപ്പെട്ടത് എന്ന് അറിയാത്തവരുമല്ല അങ്ങനെ പറയുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാകാം. Prime Minister is such a busy person, but he came and he met the entire delegation. ഇപ്പോ ഇന്ത്യയിൽ രൂപം കൊണ്ട മതങ്ങളാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ സനാതന മതം, അല്ലെങ്കിൽ ജൈന മതം, അല്ലെങ്കിൽ ബുദ്ധമതം, സിഖ് മതം, ഇങ്ങനെ എത്രയോ മതങ്ങൾ ഈ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. कम करता है, वो दुनिया के दिलों में अपने आप भर जाता है. അതുപോലെ തന്നെയാണ് നമ്മുടെ കൾച്ചറിനോട് ഇഴുകി ചേർന്നവയാണ് ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളും. അതെല്ലാം ഇന്ത്യൻ കൾച്ചറിന്റെ അല്ലെങ്കിൽ ഹിന്ദു കൾച്ചറിന്റെ ഭാഗമാണ്. അതൊരു മതത്തിന്റെ പേരല്ല, ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, പേരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും അതങ്ങ് തിരസ്കരിച്ചു കളയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പാർലമെന്റിലേക്ക് രാജ്യത്തെ എല്ലാ മതങ്ങളുടെയും പ്രതിനിധികളെ ക്ഷണിച്ച് കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ സമുദായങ്ങളും സുരക്ഷിതമാണെന്നും ഇവിടെ ഒരു സമുദായവും ആരെയും ഭയക്കുന്നില്ല എന്നും മത നേതാക്കൾ പ്രഖ്യാപിച്ചു. ന്യൂനപക്ഷങ്ങൾ ഇവിടെ സുരക്ഷിതമല്ല എന്ന ഭയമുണ്ടെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണം നിൽക്കവെയാണ് ഇത്തരമൊരു നീക്കം രാജ്യത്ത് നടക്കുന്നത്. വിവിധ മതങ്ങളിൽപ്പെട്ട 24 നേതാക്കൾ പങ്കെടുത്തു. അതിൽ ഇസ്ലാം മത പണ്ഡിതന്മാരുണ്ട്, ഹിന്ദുമത പണ്ഡിതന്മാരുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ മത പണ്ഡിതന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, പാഴ്സികളുണ്ട്. അങ്ങനെ എല്ലാത്തരം മതവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ടിബറ്റൻ ബുദ്ധ സന്യാസി ഉൾപ്പെടെയുള്ളവര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഫത്വ നേരിട്ട അഖിലേന്ത്യാ ഇമാം സംഘടനയുടെ മുഖ്യ ഇമാമായ ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇല്യാസിയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. सबका विकास और सबका प्रयास, उसी को लेकर हमें उन्हीं के पैगाम, उन्हीं के संदेश को लेकर पूरे हम सबको आगे बढ़ना होगा. നമ്മുടെ ജാതി, ആചാരങ്ങൾ, മതം, പ്രാർത്ഥനാ രീതി എന്നിവയെല്ലാം വ്യത്യസ്തമായിരുന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ മതം മാനവികതയാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരേ ഒരു രാജ്യത്തിലാണ്. നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താം. നമ്മുടെ രാജ്യമാണ് നമ്മുടെ പ്രഥമ മുൻഗണന. നമുക്ക് എല്ലാവർക്കും ചേർന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കാം. മോദിയുടെ നേതൃത്വത്തിൽ കീഴിൽ നമ്മുടെ രാജ്യം വിശ്വഗുരു ആവുന്നതിന്റെ വക്കിലാണ്. ഇത് യാഥാർത്ഥ്യമാക്കാൻ നമുക്കൊന്നു ചേർന്ന് പ്രവർത്തിക്കാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ നിന്നുള്ള ഈ ചിത്രം പുതിയ ചരിത്രത്തിന്റെ തുടക്കമാണ് എന്നാണ് ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇല്യാസിയുടെ ആഹ്വാനം. ഇത് വളരെയധികം ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഇവിടെ എത്തിയത് എല്ലാ മതങ്ങളെയും അനുഗ്രഹിക്കാനാണെന്ന് ദസ്തുർജി പറഞ്ഞു. शुक्रगुजार हूं कि नरेंद्र मोदी जैसा नेता हमको मिला. ഇന്ത്യൻ മൈനോറിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞതനുസരിച്ചാണ് ഈ കൂടിക്കാഴ്ച. ഏകത, അഖണ്ഡത, സർവധർമ്മ സദ്ഭാവ് എന്നീ പ്രവർത്തനങ്ങളെ മോദി ശ്ലാഘിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. വിവിധ മത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി സന്തോഷം പ്രകടിപ്പിച്ചു. എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഇന്ത്യയുടെ ഭാവി വികസന കുതിപ്പിന് മത നേതാക്കൾ നൽകിയ നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട് എന്നാണ് മോദി പറഞ്ഞത്. എല്ലാ മതവിഭാഗത്തിലെ പ്രതിനിധികളുമായും പാർലമെന്റ് മന്ദിരത്തിൽ വച്ച് തന്നെ കൂടിക്കാഴ്ച നടത്തിയത് രാജ്യത്തിന് ഒരു പുതിയ തുടക്കമാകും. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹിന്ദു കൾച്ചർ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് കൂടിയാണ് മോദിയുടെ പ്രവൃത്തി. അദ്ദേഹത്തിൻ്റെതുൾപ്പെടെ യൂട്യൂബ് ചാനലിലൂടെയും രാജ്യാന്തര മാധ്യമങ്ങളിലൂടെയും ഇതിനോടകം തന്നെ ഈ ദൃശ്യങ്ങൾ വൈറലായി കഴിഞ്ഞു. വർഗീയത എന്ന ആരോപണം ഇന്ത്യയുടെ മേൽ ഉന്നയിക്കുന്നവർക്കും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന് ആരോപിക്കുന്നവർക്കും മുന്നിലുള്ള ഉത്തമമായ മറുപടി കൂടിയാണ് മോദിയുടേത്. ഈ രാജ്യം ഇന്ത്യക്കാരുടേതാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടേതുമാണ്. അതിൽ ഏതൊക്കെ മനുഷ്യരുണ്ടോ, ഏതൊക്കെ മതത്തിൽപ്പെട്ടവരുണ്ടോ, ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ടോ, അവരുടേതെല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യ. അങ്ങനെ എല്ലാവരുടേതുമാകുമ്പോഴാണ് നമ്മുടെ ഭാരതം മഹത്തരമാകുന്നത്, നമ്മുടെ കൾച്ചറും മഹത്തരമാകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.